ഇന്നലെ വൈകുന്നേരം മഴ പെയ്തു തോർന്ന നേരം നോക്കി തൂതപ്പുഴയിലേക്കുള്ള ആ പഴയ നടവഴിയിലേക്ക് ഒന്ന് നടക്കാനിറങ്ങി. പുഴയുടെ ഹൃദയത്തിൽ നിന്ന് പിറന്നൊഴുകുന്ന കനാൽ വഴിയരികിലെ പച്ചപ്പിനോട് കഥകൾ പറഞ്ഞൊഴുകുന്നു. പണ്ടൊക്കെ മഴ പെയ്താൽ വഴിയിലെ ചെളിവെള്ളം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കൂട്ടുകാരുടെ മേൽ വീണ ചളി കണ്ട് പൊട്ടിച്ചിരിച്ചിരുന്ന കാലം. വഴിയരികിലെ പുൽക്കാടുകൾ ചവിട്ടി മെതിച്ച് പായുമ്പോൾ അവിടെ പുഴുവുണ്ടോ പാമ്പുണ്ടോ എന്നൊരു പേടിയുമില്ലായിരുന്നു. അന്ന് വഴിയിലെ കുഴികളൊക്കെ കളിക്കളമായിരുന്നു. ഓടുന്നതിനിടയിൽ തെന്നി വീണാലും പിടഞ്ഞെണീറ്റ് പിന്നെയും പായും. ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ വലിയ 2 നായ്ക്കളെ കണ്ടോ? അവരാ കമ്പിവേലി ചാടി കടന്നാൽ എന്തായിരിക്കും അവസ്ഥ? പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ ഓടിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. കാലിന് ശക്തി കുറഞ്ഞതാണോ അതോ വയസ്സായതാണോ ആവോ? എന്തായാലും ഓടാനും ചാടാനും ഒന്നും ധൈര്യമില്ല. ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോവാം അല്ലേ? നിറഞ്ഞൊഴുകുന്ന തൂതപ്പുഴ കണ്ടുവരണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ കുറച്ചുപേരെ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരികെ പോന്നു. മഴക്കുളിർ മാഞ്ഞ ആകാശത്ത് സന്ധ്യാസൂര്യൻ സ്വർണ്ണ നിറം ചാലിച്ച് ഉഴുതുമറിച്ച പാടത്തിൻ്റെ മണ്ണിൽ അങ്ങനെ ചിതറിക്കിടക്കുന്നു. കാറ്റിനൊപ്പം തലോടുന്ന ഞാറിൻ്റെ പച്ചപ്പ്, പുല്ലുമെയ്യുന്ന ആടുകളുടെ മണിച്ചിലമ്പുകൾ. ആഹാ, എന്താ വൈബ്! ഇരുമ്പിളിയത്തെ പാടവും റോഡും വഴിയോര കാഴ്ചകളൊക്കെയാണിത്. അടിപൊളിയല്ലേ? പുഴവെള്ളം കാണാനാണ് ഇറങ്ങിയത്. പക്ഷേ അവിടേക്ക് എത്താത്തതുകൊണ്ട് വഴിയരികിലൊരു കൂട്ടുകാരിയുടെ വീടുണ്ടായിരുന്നു. അവിടേക്ക് ഒന്ന് കയറി. കൂട്ടുകാരിയുടെ അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് കയറി അമ്മനെയൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോന്നു.